ഏവർക്കും പ്രഭാത വന്ദനങ്ങൾ. കൃപയുടെ അനുഗ്രഹങ്ങൾ നാം പഠിക്കുകയാണ്. കൃപയുടെ സവിശേഷതകൾ നാം ചിന്തിച്ചു കഴിഞ്ഞു. ഇന്ന് ആ കൃപയിൽ കൂടി നമുക്ക് വെളിപ്പെട്ട് വരുന്ന നിത്യമായ നിലനിൽക്കുന്ന ദൈവിക ദാനങ്ങൾ, നന്മകൾ, അനുഗ്രഹങ്ങൾ എന്നാണ് നാം ചിന്തിക്കുമ്പോൾ ചില വാക്യങ്ങൾ നമ്മുടെ ജീവിതത്തിന് രൂപാന്തരം വരുത്തി ലൈഫ് ചേഞ്ചിങ്, കാഴ്ചപ്പാടുകൾക്ക് മാറ്റമുണ്ടാക്കുന്ന ചില ദൈവ ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കട്ടെ. കൃപയുടെ അത്യന്ത ധനത്തെ ദൈവം വരുംകാലങ്ങളിൽ കാണിച്ചുകൊണ്ടേയിരിക്കും. അതെന്തെല്ലാമാണെന്ന്, അതിന്റെ ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് ഒരിക്കൽ കൂടെ വിചിന്തനം ചെയ്യാം. ഒന്ന്, നിത്യജീവനാണ്. റോമാലേഖനം 6:21 പറയുന്നു, പാപത്തിന് ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. ഒന്ന്, നിത്യജീവൻ. പാപത്തിന് ശമ്പളമായ മരണം ന്യായമായി അർഹിക്കുന്ന പാപിക്ക് അത് നൽകാതെ ആ മരണം അവിടുത്തെ പുത്രന് കൊടുത്ത് പാപിക്ക് തികച്ചും അനർഹമായ നിത്യജീവൻ വരദാനമായി സർവകൃപാലുവാൻ ദൈവം നൽകി. കർത്താവായ യേശു വിശ്വസിക്കുന്ന ഏവർക്കും ഈ കൃപ, നിത്യജീവൻ ദൈവം നൽകുന്നു. യോഹന്നാൻ സുവിശേഷം 3:16-36 വാക്യം. നിത്യജീവൻ ദൈവത്തിന്റെ കൃപാദാനമാണ്. രണ്ടാമത്തെ അനുഗ്രഹം നീതീകരണമാണ്. വീണ്ടും റോമാലേഖനം 5:15-16 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഏകന്റെ ലംഘനത്താൽ അനേകർ മരിച്ചുവെങ്കിൽ ദൈവകൃപയും ഏക മനുഷ്യനായ യേശുക്രിസ്തുവിന്റെ കൃപയാലുള്ള ദാനവും അനേകർക്ക് വേണ്ടി ഏറ്റവും കവിഞ്ഞിരിക്കും. ഏകൻ പാപം ചെയ്തതിന്റെ ഫലവും ദാനത്തിന്റെ കാര്യവും അല്ലെങ്കിൽ കൃപയുടെ കാര്യവും ഒരുപോലെയല്ല. ഏകന്റെ പാപം ശിക്ഷാവിധി കൽപ്പിക്കുവാൻ ഹേതുവായി തീർന്നു. കൃപാവരമോ അനേക ലംഘനങ്ങളെ മോചിക്കുന്ന നീതീകരണ വിധിക്ക് ഹേതുവായി തീർന്നു. ദൈവത്തിന്റെ കൃപാവരം നീതീകരണമാണ്. ഒരു തെറ്റും ചെയ്യാത്തവനായുള്ള പരിഗണന ദൈവസന്നിധിയിൽ എനിക്ക് ലഭ്യമായതാണ് നീതീകരണം. അതിന്റെ കാരണമോ കൃപയൊന്നു മാത്രമാണ്. നിത്യജീവൻ കണ്ടു, നീതീകരണവും നാം കണ്ടു കഴിയും. അടുത്തത് നിരപ്പ്, റിക്കൺസിലേഷൻ. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചു. റോമാലേഖനം 5:2. കൃപ എന്ന പ്ലാറ്റ്ഫോമിലാണ് ഒരു വിശ്വാസം നിൽക്കുന്നത്. കൃപയുടെ ഏറ്റവും വലിയ ആനുകൂല്യം ദൈവസന്നിധിയിലേക്കുള്ള പ്രവേശനമാണ്. പാപം മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റി, എന്നാൽ കൃപ മനുഷ്യനെ ദൈവത്തോട് നിരപ്പിച്ചു. 2 കൊരിന്ത്യർ 5:18-19 വാക്യം. ആ നിരപ്പ് പ്രിയമുള്ളവരെ ദൈവത്തോട് ഒരു സമാധാനമാണ്. കൊലോസ്യ ലേഖനം 1:19-20 വാക്യം. വീണ്ടും അടുത്തതാണ് സമ്പന്നത, അല്ലെങ്കിൽ നാം അനുഗ്രഹിക്കപ്പെടുക എന്നുള്ള ദൈവിക വാഗ്ദത്തം, ഡിവൈൻ പ്രോസ്പെരിറ്റി. 2 കൊരിന്ത്യർ 8:9 പറയുന്നു, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. ദാരിദ്ര്യത്തിന്റെ നെല്ലിപ്പലക കണ്ട പാപിക്ക് സർവസമ്പന്നനായ ക്രിസ്തു ദരിദ്രനായി തീർന്നു എല്ലാം നൽകി സമ്പന്നനാക്കിയത്. പ്രിയമുള്ളവരെ, അതിന് കൃപയല്ലാതെ പിന്നെ എന്താണ് പറയേണ്ടത്? ദൈവത്തിന്റെ മഹാകൃപ. സങ്കീർത്തനക്കാരൻ പറയുന്നു, യഹോവ എന്റെ ഇടയനാകിയാൽ എനിക്ക് മുട്ടുണ്ടാകുകയില്ല, ഐ ഷാൽ നോട്ട് വാണ്ട് എന്ന് പറയാവുന്ന വിധം നമ്മെ സമ്പന്നനാക്കിയിരിക്കുന്നു. ഒന്നിനും കുറവില്ലാത്തവണ്ണം സ്വർഗത്തിലെ സകലവിധ ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തുവിൽ കൃപ നമ്മെ നിറച്ചിരിക്കുന്നു, സമ്പന്നരാക്കിയിരിക്കുന്നു, അനുഗ്രഹിച്ചിരിക്കുന്നു. അടുത്തത് പാപത്തിന്മേലുള്ള ജയമാണ്. ഒരു ജയാളിയുടെ ജീവിതം. വി ആർ മോർ ദാൻ ദ കോൺഗ്രേഴ്സ്. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകിയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. റോമാലേഖനം 6:14 വാക്യം. കൃപ മുഖാന്തരമുള്ള ഏറ്റവും വലിയ നേട്ടം ഇതാണ്. കൃപ വിശ്വാസിയിൽ കർത്തൃത്വം നടത്തി അതിന്റെ ശക്തിയിൽ വ്യാപരിക്കുമ്പോൾ പാപം നിർവീര്യമാകുന്നു, അല്ലെങ്കിൽ കൃപ പാപത്തെ അതിജീവിക്കുന്നു. ദൈവാത്മാവിനാൽ പാപത്തെ, ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുവാനും ആത്മാവിന്റെ വരങ്ങൾ ജ്വലിപ്പിക്കുവാനും കൃപ നമ്മെ സഹായിക്കും. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കൃപ നമ്മെ ജയാളിയാക്കി നിർത്തുന്നു. അടുത്തത് സഹിഷ്ണുതയാണ്. 1 പത്രോസ് ലേഖനം 1:13 വാക്യം വളരെ പ്രധാനപ്പെട്ട ഒരു തിരുവെഴുത്താണ്. ആകയാൽ നിങ്ങളുടെ മനസ്സുറപ്പിച്ച് നിർമ്മതരായി യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുകയും. കൃപയാലാണ് ഇപ്പോഴും വരുവാനുള്ള ലോകത്തിലേക്കും പ്രവേശനം. കർത്താവിൽ പ്രത്യാശ വെച്ച് ജീവിക്കുന്ന ദൈവമക്കൾക്ക് ഈ ലോകത്തിൽ പലവിധമായ കഷ്ടങ്ങളുണ്ട്. എന്നാൽ കർത്താവായ യേശുവിന്റെ പ്രത്യക്ഷതയിൽ വിശ്വസിക്കുന്നവർക്ക് വരുവാനുള്ള കൃപ പ്രതിഫലങ്ങളാണ് നൽകുന്നത്, കിരീടങ്ങൾ അല്ലെങ്കിൽ തേജസ്. ആ കൃപ നേടുവാൻ ഐഹിക ജീവിതത്തിലെ കഷ്ടതകൾ സഹിക്കുവാൻ ഇന്നും കൃപ സൗജന്യമാണ്. ധാരാളമായി നമുക്ക് തത്സമയങ്ങളിൽ ദൈവകൃപ ലഭ്യമാണ്. അതാണ് 2 കൊരിന്ത്യർ ലേഖനം 12:9 പറയുന്നു, ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ശക്തി. ഒരർത്ഥത്തിൽ പ്രിയമുള്ളവരെ, ഈ കൃപ ദൈവജ്ഞാനമാണ്. യോസേപ്പ് തനിക്ക് നേരിട്ട എല്ലാ കഷ്ടതകളിലും കൃപയാൽ ശക്തിപ്പെട്ടു. തന്മൂലം എല്ലാവർക്കും താൻ ഇഷ്ടനായി തീർന്നു. അവിടെ വാക്യം 39:4 ജോസഫ് ഫൗണ്ട് ഗ്രേസ് ഇൻ ഹിസ് സൈറ്റ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. നമ്മൾ കൃപ വ്യാപരിച്ചാൽ മറ്റുള്ളവർക്ക് നമ്മോട് കൃപയുണ്ടാകും. ഈ ഒരു ഭാഗം നാം ചിന്തിക്കുമ്പോൾ വളരെ ആഴത്തുള്ള പഠനമാണ് തിരുവഴുത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ജോസഫിന്റെ ആ ഒരു ഉദാഹരണം പറഞ്ഞ് ഇന്നത്തെ ചിന്ത അവസാനിപ്പിക്കട്ടെ. താൻ ദർശന നിമിത്തം ഉപദ്രവിക്കപ്പെട്ടു, സഹോദരന്മാരാൽ പീഡിപ്പിക്കപ്പെട്ടു, എല്ലാവരാലും അപമാനിക്കപ്പെട്ടു. ഒരു തെറ്റും ചെയ്യാതെ ഇന്ന് താൻ കാരാഗ്രഹത്തിൽ കുറ്റവാളിയെ പോലെ
അടയ്ക്കപ്പെട്ടു. പക്ഷേ ഈ അവസ്ഥയിൽ നിന്നും ഈ സ്ഥിതിയിൽ നിന്നും ജോസഫിനെ ഉയർത്തിയത് സ്വാധീനമല്ല, മാനുഷികമായ പരിഗണനകളല്ല, അല്ലെങ്കിൽ പാനപാത്രഭാഗന്റെ ഇടപെടിയിലല്ല, ലോകത്തുള്ള തന്റെ ആശ്രയമല്ല, തന്റെ സഹോദരന്മാരല്ല, മാതാപിതാക്കളല്ല, കൂട്ടുകാരല്ല, ആരുമല്ല. ജോസഫ് ദൈവത്താൽ ഉയർത്തപ്പെടുവാൻ ദൈവം ചില പദ്ധതികളെ ഒരുക്കി. പ്രിയ സഹോദരങ്ങളെ, ചില സന്ദർഭങ്ങളിൽ നാം അടയ്ക്കപ്പെട്ടവരായി, വെറുക്കപ്പെട്ടവരായി, ഉപദ്രവിക്കപ്പെട്ടവരായി, കഷ്ടങ്ങൾ കൂടി കടന്നു പോകുന്നവരായി ചില ജീവിത സാഹചര്യങ്ങൾ നാം മാറാറുണ്ട്. ജോസഫിനെ കുറിച്ച് പഠിക്കുമ്പോൾ താൻ ഒന്നാമത് കുഴിയിൽ വീണു. ഒരു വലിയ പിറ്റ്, കുഴി, ആഴമുള്ള ഒരു കിണർ, അവിടെ അവസാനിച്ചു എന്ന് തോന്നിയതാണ്. പക്ഷേ ദൈവത്തിന്റെ പദ്ധതി കുഴിയിൽ തീരുവാനല്ല, കുഴിയിൽ നിന്ന്, പിറ്റിൽ നിന്ന് പ്രിസണിലേക്ക് പോയി, കാരാഗ്രഹത്തിലേക്ക്. അവിടെയും ചില നാളുകൾ അഴിയെണ്ണി, വർഷമെണ്ണി, അനേക സംവത്സരങ്ങൾ അവിടെ ഒരു തടവുകാരനായി അടയ്ക്കപ്പെട്ടു. ജയിലിനുള്ളിൽ തന്റെ ജീവിതം തീർന്നു എന്ന് താൻ വിചാരിച്ചു. തന്റെ മുമ്പിൽ വരുന്നവർക്കെല്ലാം വിടുതലാണ്. പാനപാത്രവാഹകൻ പഴയ ജോലിയിൽ, പഴയ സ്ഥാനത്തെത്തി. അപ്പക്കാരൻ പ്രമാണിയോട് പറഞ്ഞ പോലെ സംഭവിച്ചു. പക്ഷെ ദൂത് പറഞ്ഞ ജോസഫിന് മാത്രം വിടുതലില്ല. ചിലപ്പോൾ അങ്ങനെയാണ്. നാം പ്രാർത്ഥിക്കുന്നവരും, നാം സുവിശേഷം പറഞ്ഞവരും, നാം സഹായിച്ചവരും, നമ്മളോട് വന്ന് ആലോചന കൈക്കൊണ്ടവരെല്ലാം രക്ഷപ്പെടും. പക്ഷെ ദൂത് പറഞ്ഞ ജോസഫിന്റെ ദൂത് മാത്രം ഇന്നും നിറവേറിയിട്ടില്ല. ജോസഫെ, ആ ദിവസം വരാൻ പോകുന്നതേ ഉള്ളൂ. ദൈവം നിന്നോട് കൃപ കാണിക്കും. നീ ഉയർത്തപ്പെടുന്നത് കുറുക്കുവഴികളില്ല, മനുഷ്യന്റെ സ്വാധീനങ്ങളില്ല, ലോകത്തിന്റെ സമ്പ്രദായങ്ങളില്ല, അല്ലെങ്കിൽ ഭാഗ്യമായ യാതൊരു അധികാര കേന്ദ്രത്തിൽ നിന്നും സഹായങ്ങൾ ഉണ്ടാകുന്നില്ല. ജോസഫ് ഇവിടം വരെ വന്നത് സ്വപ്ന നിമിത്തമാണ്. ഇനിയും ഈ കാരാഗ്രഹവാതിൽ നിന്ന് കാരാഗ്രഹം തുറന്ന് പുറത്തു പോകുന്നതും സ്വപ്ന നിമിത്തമായിരിക്കും. ആ സ്വപ്നം ഫറവോൻ കണ്ടു. ഫറവോനോട് സ്വപ്നം കണ്ടു കഴിഞ്ഞപ്പോൾ ജോസഫ് എത്തേണ്ടടുത്തെത്തി. അതാണ് പ്രിയമുള്ളവരെ, നാം ഏറ്റവും അവസാനം പഠിച്ച പോയിന്റ് സഹിഷ്ണുത സിദ്ധത ഉളവാക്കും, സിദ്ധത പ്രത്യാശ ഉളവാക്കും. അവിടെ നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. അതിനാവശ്യമായിരിക്കുന്നത് കൃപയാണ്. ജോസഫിൽ വെളിപ്പെട്ടതും ദൈവ കൃപയാണ്. ആ കൃപ ജോസഫിനെ ഉയർത്തി കൊട്ടാരത്തിലെ ഉന്നത സ്ഥാനീയനാക്കി മാറ്റി. ജോസഫിന് ദൈവം ഇന്നും ജീവിക്കും. നമുക്ക് ദൈവത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. കഷ്ടങ്ങൾ താൽക്കാലികമാണ്, മാറങ്ങൾ അധിക ദിവസം നിലനിൽക്കുകയും ഇന്നത്തെ ജീവിത സാഹചര്യങ്ങൾ എന്നും നീണ്ടു നിൽക്കുകയില്ല. കൃപ നിങ്ങളെ ഉയർത്തും, കൃപ നിങ്ങളെ മാനിക്കും. നിങ്ങൾ ദൈവത്തിൽ താഴ്വീൻ. അങ്ങനെയുള്ളവർക്ക് ദൈവം ധാരാളമായി കൃപ നൽകും. ആ കൃപ നിങ്ങളെ ഉന്നതികളിലേക്ക് എത്തി. വിശ്വസിച്ചാട്ടെ, പ്രത്യാശയോടെ ജീവിച്ചാട്ടെ. ദൈവം നമ്മെ സഹായിക്കും. ഗോഡ് ബ്ലസ് യു.